അമ്മ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? ഏട്ടന്റെ സാധനങ്ങളൊക്കെ നശിപ്പിക്കാൻ അമ്മയ്ക്ക് എന്താ അവകാശമുള്ളത്? ഇത് എന്റെ വീടാടാ. ഇവിടെ എന്ത് വേണം വേണ്ടാന്ന് തീരുമാനിക്കുന്നത് ഞാനാടാ. ഇനി എനിക്ക് ഇന്ദ്രൻ എന്ന് പറയുന്നൊരു മകനില്ലടാ. അവന്റെ ഓർമ്മ പോലും ഇവിടെ വേണ്ട. അതൊക്കെ ഇന്ദ്രേട്ടൻ വന്നിട്ട് ഇന്ദ്രേട്ടന്റെ മുഖത്ത് നോക്കി പറയണം. അല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ ഷോ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. എന്റെ ഷോ കാണാൻ നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോടാ? നിനക്ക് ഇതൊന്നും കാണാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങി പോടാ ഇവിടുന്ന്. ശ്യാമേട്ടാ, നിങ്ങൾക്ക് അമ്മയൊക്കെ വലിയ ഭ്രാന്താണോ? അമ്മ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. നിങ്ങൾക്ക് എന്താ? എവിടെ തീപ്പെട്ടി? എവിടെ? സത്യേട്ടാ മാറടാ. അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. അയ്യോ, കത്തിക്കല്ലെന്ന് പറ സത്യേട്ടാ. എനിക്കിനി ഇന്ദ്രനൊരു മകനും ഇല്ല. നിങ്ങളും വാ. അമ്മേ, അമ്മ എന്താ ഈ കാണിക്കുന്നേ? അമ്മ ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി. ഇത് ഓർത്തമ്മ നാളെ ദുഃഖിക്കേണ്ടി വരും. എന്റെ മൂത്ത മകൻ എന്റെ മനസ്സിൽ ചത്തടി. അതിന് വലിയ ദുഃഖമൊന്നും എനിക്കിനി ഉണ്ടാവാനില്ല. ചത്തവരെ ദഹിപ്പിക്കുന്ന കർമ്മമാണിത്. കത്തിക്ക്. മൂത്ത മകനെ മാത്രമായിട്ട് ദഹിപ്പിക്കണ്ട. ഒറ്റ ചെലവില് അമ്മയുടെ 2 മക്കളുടെയും ശവദാഹം നടക്കട്ടെ. സത്യേട്ടാ മാറിക്കടി. ഇത് ഞങ്ങൾ അമ്മയും മക്കളും തമ്മിലുള്ള കാര്യമാ. പുറത്തുള്ള ആരും ഇടപെടണ്ട. മാറിക്കാൻ. കത്തിക്കുന്നില്ലേ? കത്തിക്കാൻ. നിങ്ങൾ ചെയ്യുന്ന മഹാപാപങ്ങളില് ജീവനോടെ വെന്തുരുക്കൊണ്ടിരിക്കുന്നവരാ ഞാനും എന്റെ ഏട്ടനും. അറിയോ? പെറ്റ അമ്മ കാരണം സഹികെട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലതാ പെറ്റ കൈകൊണ്ട് തന്നെ ചത്തൊടുങ്ങുന്നത്. കൊല്ല്. കൊന്ന് കലി തീർക്ക്. കൊല്ലാൻ. ഞാനെന്തൊരു മഹാപാപിയാ. ഇത്രയും കാലം എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിട്ട് ഇതാണല്ലോ എനിക്ക് കേൾക്കേണ്ടി വന്നത്. വേണ്ട, ഞാനിനി ഭൂമി ജീവിക്കുന്നില്ല. ഞാൻ ചത്തിട്ട് നിങ്ങളുടെയൊക്കെ ബുദ്ധിമുട്ട് മാറ്റാൻ മതി. അമ്മ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? ഇതിന് മാത്രം ഇവിടെ ബന്ധമുണ്ടേ? ഒന്നും ഉണ്ടായില്ലടി. എനിക്ക് താങ്ങും തണലുമായിരുന്ന എന്റെ മൂത്ത മകൻ ഉപേക്ഷിച്ചു പോയില്ലടി. ആ സങ്കടത്തിൽ ഞാൻ എന്തോ പറഞ്ഞപ്പോ എന്റെ 2ാമത്തെ മകൻ പറഞ്ഞത് കേട്ടില്ലേ നീ? നിങ്ങളുടെയൊക്കെ മനസ്സില് അമ്മയൊരു ദുഷ്ടമൂർത്തിയാണെങ്കിൽ ഞാൻ പിന്നെ എന്തിനാണ് ഈ ജീവിച്ചിരിക്കുന്നത്? അമ്മ ഇന്ദ്രേട്ടൻ പോയ വിഷമത്തില ഏട്ടന്റെ ഓർമ്മകളൊക്കെ കത്തിക്കാൻ നോക്കിയതെങ്കിൽ അമ്മ ആ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാ സത്യേട്ടൻ ഇങ്ങനൊക്കെ പറഞ്ഞത് അല്ലേ? അമ്മയ്ക്ക് മക്കളോട് സ്നേഹവും കരുതലും ഉള്ളതുപോലെ മക്കൾക്ക് അമ്മയോടും ഉണ്ട്. ഇനിയെങ്കിലും അമ്മ അതൊന്ന് മനസ്സിലാക്ക്. ദൈവമേ,